നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കർഷക മനസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 അധ്യായങ്ങളിലായി ഔഷധ സസ്യങ്ങളെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെപ്പറ്റിയും കൃഷിരീതികളെപ്പറ്റിയുമാണ് നമ്മൾ വിശദമായി അവതരിപ്പിച്ചത്. കറിവേപ്പ്, മഞ്ഞൾ, കറ്റാർവാഴ എന്നിവയുടെ ഗുണഗണങ്ങളെക്കുറിച്ചും ഔഷധി പഞ്ചകർമ്മ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ KS രജിതൻ നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നെല്ലിക്കയുടെ ഗുണഗണങ്ങളെ പറ്റിയാണ്. അതിനായി ഡോക്ടർ നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഔഷധത്തിലും ഭക്ഷണത്തിലായാലും അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലുമെല്ലാം നെല്ലിക്കയെ പോലെ സ്വാധീനം ചെലുത്തിയ മറ്റൊരു വൃക്ഷം ഇല്ല എന്ന് പറയും. അപ്പോൾ നെല്ലിയെക്കുറിച്ച് വിശദമായി അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകും. നെല്ലിക്കയുടെയും നെല്ലിമരത്തിൻ്റെയും ഗുണഗണങ്ങളെ പറ്റി ഇന്ത്യൻ ചികിത്സാ സമ്പ്രദായങ്ങളിൽ വളരെയധികം പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു സസ്യമാണ് നെല്ലി. അഷ്ടാംഗഹൃദയം, ചരകസംഹിത തുടങ്ങിയുള്ള മറ്റു വലിയ ഗ്രന്ഥങ്ങളിലൊക്കെ, ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ നെല്ലിയെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അതിലുപരി നമ്മുടെ ആഹാരത്തിൽ, ഭാരതീയരുടെ ആഹാരത്തിലെ ഒരു പ്രധാന ഘടകമാണ് നെല്ലിക്ക. ഇന്ന് നമ്മുടെ പറമ്പുകളിലും വീടുകളിലൊക്കെ, വീടിന് ചുറ്റുമൊക്കെ മുൻപേ തന്നെ നെല്ലി വെച്ച് പിടിപ്പിച്ചിരുന്നു. അത് നമ്മുടെ ഒരു ഐശ്വര്യത്തിൻ്റെയും ഒക്കെ ഒരു ഭാഗമായിരുന്നു നെല്ലി വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. അതിന് അത്രയധികം പ്രാധാന്യം നമ്മുടെ നാട്ടിൽ നെല്ലിക്ക് കൊടുത്തിരുന്നു. ഇപ്പോൾ പലതും മുറിച്ച് മാറ്റപ്പെടുന്നുണ്ട്. എന്നാലും പുതിയതായിട്ട് ഈ വിവിധ സംഘടനകളുടെയും പല ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് പലരും നെല്ലി ഇപ്പോൾ കൂടുതലായിട്ട് കൃഷി കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് കൃഷി തുടങ്ങിയിട്ടുണ്ട്. നെല്ലിക്കയാണ് പ്രധാനമായും എല്ലാവരും ഉപയോഗിക്കാറ്. നെല്ലിയുടെ മറ്റു ഭാഗങ്ങളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമോ? അതൊക്കെ എന്തൊക്കെ ഗുണങ്ങളാണ് ഉപയോഗപ്പെടുത്താൻ കഴിയുക? ഔഷധമായിട്ട് നെല്ലിയുടെ ഇല, തൊലി, കാതൽ, മരം, നെല്ലിയുടെ മരം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നെല്ലിക്ക തന്നെ. ആഹാരത്തിനായാലും ഔഷധത്തിനായാലും ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചു വരുന്നത് നെല്ലിക്ക തന്നെയാണ്. നെല്ലിപ്പടി എന്നൊരു ചൊല്ലുകൂടിയുണ്ട്. നെല്ലിപ്പടി വയ്ക്കുക എന്നുള്ളത് പഴയ കാലത്തൊക്കെ നമ്മൾ കിണറുകളിൽ നെല്ലിപ്പടി വെച്ചിരുന്നു. കാരണം അതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം വെള്ളം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മുടെ നാട്ടിൽ നെല്ലിക്ക ഇല്ലാതെ നെല്ലിമരങ്ങൾ പലതും നിൽക്കുന്നുണ്ട്. പലരും അത് വെട്ടിക്കളയാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് വെട്ടിക്കളയാൻ പാടില്ല. നെല്ലിമരങ്ങൾ വെള്ളം ശുദ്ധീകരിക്കാനുള്ള ഒരു കഴിവ് നെല്ലിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നെല്ലിപ്പടി പഴയ കാലത്തൊക്കെ കിണറുകളിൽ വെള്ളത്തിനെ ശുദ്ധീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ദയവ് കാണിച്ച് ആരും നെല്ലിക്ക ഉണ്ടായില്ലെങ്കിലും നെല്ലിമരം വെട്ടിക്കളയാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നെല്ലിക്ക മറ്റ് ഈ പാലക്കാട് ജില്ലേനൊക്കെ അപേക്ഷിച്ച് നെല്ലിക്ക കുറവാണ് ഉണ്ടാവുന്നത്. ഇത് വരണ്ട കാലാവസ്ഥയിലാണ് നെല്ലിക്ക കൂടുതലായിട്ടുണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അത്രയധികം കൊണ്ട് നെല്ലിക്ക ഉണ്ടാവുന്നില്ല. എങ്കിൽ പോലും നെല്ലിമരങ്ങൾ നമ്മൾ ആരും മുറിച്ച് കളയാൻ ശ്രമിക്കരുത്. അത് നമ്മുടെ ഭൂമിയിലത്തെ വെള്ളത്തിനെ ശുദ്ധീകരിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പൂർവികരൊക്കെ നെല്ലിപ്പടി വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നെല്ലിമരങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ മുറിച്ച് കളയാൻ പാടില്ല. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നീട് മധുരിക്കും, അങ്ങനെ ഒരു പഴമൊഴി തന്നെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നെല്ലിക്കേനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊക്കെ ഇല്ലാണ്ടാക്കാനുള്ള കഴിവ് നെല്ലിക്കുണ്ട്. അതിലുപരി രോഗപ്രതിരോധ ശക്തി കൂട്ടാനുള്ളൊരു കഴിവുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പോലും ഈ നമ്മുടെ ഏറ്റവും പ്രതിരോധ ശക്തി ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്ന് നെല്ലിക്കയാണെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നെല്ലി ഇന്ത്യ മുഴുവൻ വെച്ച് പിടിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ കേരളത്തിലെ സംഘാടകരിൽ ഒരാളായിരുന്നു ഞാൻ. കേരളം മുഴുവൻ നെല്ലി വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ. ഇന്ന് വിവിധ സ്കൂളുകളിലും വിവിധ സ്ഥാപനങ്ങളിലും നെല്ലി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത് നേരത്തെ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് കൊളസ്ട്രോള്, പ്രമേഹം, ഹൃദ്രോഗം, അതിയായ രക്തസമ്മർദ്ദം, ഇതൊക്കെ തടയാനുള്ള ഒരു കഴിവ് നെല്ലിക്കയ്ക്കുണ്ട്. അതുകൂടാണ്ട് നേരത്തെ പറഞ്ഞ പോലെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ നമ്മൾ ആരോഗ്യരംഗത്ത് വളരെയധികം പുരോഗതി നേടിയിട്ടുണ്ട്. എന്നാലും രോഗപ്രതിരോധ ശക്തി നമ്മുടെ കുറഞ്ഞു വരുന്നു. ഇപ്പോൾ ഒരു പന്നിപ്പനിയോ ഏതെങ്കിലും രാജ്യത്തുണ്ടായിരുന്നു. ഇപ്പോൾ മെക്സിക്കോയിൽ പന്നിപ്പനി ഉണ്ടായപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും പന്നിപ്പനി വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടാണ് രോഗപ്രതിരോധ ശക്തി ഉണ്ടായാൽ നമുക്ക് അസുഖങ്ങൾ കുറയും.
അതുകൊണ്ട് തന്നെയാണ് നെല്ലിക്ക പിന്നെ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഏറ്റവും നല്ലൊരു ഈ പ്രതിരോധ ശക്തി ഉണ്ടാവാവുന്ന ഏറ്റവും നല്ലത് നെല്ലിക്കയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നെല്ലി വെച്ച് പിടിപ്പിക്കാൻ കൂടുതലായിട്ട് പ്രേരിപ്പിച്ചത്. ഇതുകൂടാതെ ശരീരത്തിന് ബലം ഉണ്ടാക്കാൻ, അഗ്നിബലം, ദഹനശക്തി ക്രമീകരിക്കാൻ, മുടിയുടെ ആരോഗ്യത്തിന്, സൗന്ദര്യത്തിന്, ഇതിനൊക്കെ പിന്നെ ശരീരത്തിന് എല്ലിന് ബലം ഉണ്ടാവാൻ, പിന്നെ ഏജിങ് പ്രോസസ്സ് അതായത് ജരാനരകൾ വേഗത്തിൽ ബാധിക്കാണ്ടിരിക്കാൻ, ഇതിനൊക്കെ നെല്ലിക്ക പൂർവികർ പുരാണകാലം മുതൽ തന്നെ ഉപയോഗിച്ചിരുന്നു. അതിപ്പോഴും തുടരാൻ ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് നെല്ലിക്ക കൂടുതൽ കഴിക്കണം. അതിന് ഇങ്ങനെ ഈ പ്രത്യേകിച്ച് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, പിന്നെ തലമുടിയുടെ ആരോഗ്യത്തിന്, ഇതിനൊക്കെ നെല്ലിക്ക കൂടുതലായിട്ട് ഉപയോഗിക്കാൻ കഴിയും. വിറ്റാമിൻ സി ധാരാളമുള്ളതാണ് നെല്ലിക്ക. അപ്പോൾ അതിൻ്റെ പോഷക ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ നെല്ലിക്കയുടെ ഒരു പ്രത്യേകത, എത്ര ചൂടാക്കിയാലും ഇതിലെ വിറ്റാമിൻ സി നശിക്കില്ല. ദീർഘകാലം ഉണക്കിയെടുത്ത് വെച്ചാലും നെല്ലിക്കയുടെ വിറ്റാമിൻ സി കുറയില്ല. ഇപ്പോൾ 100 ഗ്രാം നെല്ലിക്കയിൽ ഏകദേശം 500 മില്ലിഗ്രാം വിറ്റാമിൻ സി ഉണ്ട്. നമുക്ക് ഏകദേശം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊരു 50 മുതൽ 100 മില്ലിഗ്രാം വരെ വിറ്റാമിൻ സി ആവശ്യമാണ്. അതുകൂടാണ്ട് വിറ്റാമിൻ ബി, വിറ്റാമിൻ എ, പിന്നെ ഈ നമ്മുടെ ജരാനരകൾ വേഗത്തിൽ ബാധിക്കാതിരിക്കാനുള്ള പ്രത്യേകതരം ആസിഡുകൾ അതൊക്കെ നെല്ലിക്കലുണ്ട്. പിന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഉപ്പ് ഒഴികെയുള്ള 5 രസങ്ങളും, ഈ മധുരം തുടങ്ങിയുള്ള പുളി തുടങ്ങിയിട്ടുള്ള 5 രസങ്ങളും നെല്ലിക്കയിലുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഫലം വേറെ ഇല്ല, ഇത്രയും 5 ടേസ്റ്റുകളും ഉള്ളത്. ആദ്യം കഴിക്കും പിന്നെ എന്നൊക്കെ പറയാനുണ്ടല്ലോ, ഇതിൽ ഉപ്പ് മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാ രസങ്ങളും ഇതിലുണ്ട്. ഇങ്ങനെ ഒരു വലിയൊരു ഇതാണ് നെല്ലിക്ക എന്നുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ യൗവനം നിലനിർത്താൻ നെല്ലിക്ക നല്ലതാണ്. അതുപോലെ 5 രസങ്ങളുള്ള ഒരു ഫലമാണ് നെല്ലിക്ക. ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ ഈ പറയുന്ന ആ ഗുണങ്ങൾ നമ്മൾക്ക് ലഭിക്കും? ഇപ്പോൾ നെല്ലിക്ക രസായനം എന്ന് പറഞ്ഞാൽ ഈ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജരാനരകൾ വേഗത്തിൽ ബാധിക്കാതിരിക്കുന്നതിനുള്ള ഒരു ആഹാരവും ഔഷധമാണ് നെല്ലിക്ക. രസായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജരാനരകൾ ബാധിക്കാതെ ദീർഘായുസ്സോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തൊക്കെ ദീർഘായുസ് രോഗത്തോടു കൂടിയുള്ള ദീർഘായുസ്സാണ്. ഇന്ന് നമ്മൾ രോഗികളായിട്ടുള്ള ദീർഘായുസ്സാണുള്ളത്. എന്നാൽ പഴയ കാലത്ത് അങ്ങനെയല്ല, അവരൊക്കെ രസായന ഔഷധങ്ങൾ സേവിച്ചിട്ട് മരിക്കുന്നത് വരെ നല്ല ആരോഗ്യത്തോടു കൂടിയാണ്. അങ്ങനെയുള്ളതിനെ പറയുന്നത് രസായനം. നെല്ലിക്ക ഒരു രസായനമാണ്. രസായനങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് നെല്ലിക്ക. ആമലകം വയസ്ഥാപനാനാം എന്ന് പറഞ്ഞ് അഗ്രമായിട്ട് നെല്ലിക്കേനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ആയുർവേദത്തിലെ രസായന ഔഷധങ്ങളിലൊക്കെ ഏറ്റവും ആദ്യം പറയുന്നത് നെല്ലിക്ക ചേർന്നിട്ടുള്ള രസായനങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടാണ് ബ്രാഹ്മരസായനം, നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ചവനപ്രാശം തുടങ്ങിയുള്ളതൊക്കെ. ഇതൊക്കെ രസായന വിഭാഗത്തിൽ ഏറ്റവും ആദ്യം പറയുന്നത് നെല്ലിക്കയെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ പൂർവികർ മനസ്സിലാക്കിയിട്ടാണ് നെല്ലിക്ക കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞിരുന്നത്. ഈ ജരാനരകൾ ബാധിക്കാതിരിക്കാൻ നെല്ലിക്ക ഏത് തരത്തിൽ ഉണ്ടാക്കി കഴിക്കണം? അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നത് ദിവസവും നെല്ലിക്ക കഴിക്കുക എന്നുള്ളതാണ്. ദിവസം അതിനത്ര ബുദ്ധിമുട്ടൊന്നുള്ളതല്ല. ഒരു നെല്ലിക്കയ്ക്ക് അത്ര വിലയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടിയ വില എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമുക്കിവിടെ തൃശ്ശൂരൊക്കെ നോക്കുകയാണെങ്കിൽ 365 ദിവസവും നമുക്ക് നെല്ലിക്ക കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ദിവസവും നെല്ലിക്ക കഴിക്കാൻ നമുക്ക് അവസരമുണ്ട്. ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു പ്രതിരോധ ഔഷധം ഒരു രസായനമാണ്. അപ്പോൾ ദിവസവും ഓരോ നെല്ലിക്ക കഴിക്കുക. അതുകൂടാണ്ട് നെല്ലിക്ക വെള്ളം കുടിക്കാം. പിന്നെ നെല്ലിക്കയിട്ടുള്ള വെള്ളത്തിൽ കുളിക്കുക. ഇതൊക്കെ നമുക്ക് വേഗത്തിൽ ജരാനരകൾ ബാധിക്കാതിരിക്കാൻ എളുപ്പത്തിൽ ചെയ്യാവുന്ന ചില മാർഗ്ഗങ്ങളാണ്. അപ്പം നെല്ലിക്ക ദിവസം കഴിക്കാൻ ആർക്കും പറ്റുന്നതാണ്. ഇപ്പോൾ നെല്ലിക്കനെ കുറിച്ചുള്ള ഒരു സെമിനാർ ഇപ്പോൾ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുന്നംകുളത്തുള്ള ഒരു റിട്ടയേർഡ് BDO വന്നിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ 8 കൊല്ലമായിട്ട്, അപ്പോൾ ആൾക്ക് 80 വയസ്സായിട്ടുണ്ട്. ആൾ 80 വയസ്സായിട്ടും ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അയാൾ വന്നപ്പോൾ അയാളെ അപ്പോൾ ആളിനോട് പറഞ്ഞു, ഞാൻ 8-10 കൊല്ലമായിട്ട് ഞാൻ നെല്ലിക്ക 10 നെല്ലിക്ക 10 നെല്ലിക്കൊന്നും സാധാരണ ഒരാൾ കഴിക്കാൻ പാടില്ല. കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വയറിനൊക്കെ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ ആൾ ദിവസം 10 നെല്ലിക്ക കഴിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അയാളെ കൈയൊക്കെ പിടിച്ച് നോക്കിയപ്പോൾ നല്ല ഇരുമ്പ് പോലെ ഇരിക്കുന്നത്. അയാൾക്കൊരു അസുഖമില്ല. അപ്പോൾ നെല്ലിക്ക ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് വളരെ ഗുണം. പക്ഷേ എന്നാലും നമ്മൾ സാധാരണ ഒരാൾ 3-4 നെല്ലിക്ക അതിന് കൂടുതൽ കഴിക്കേണ്ട ഒരു ദിവസം. കാരണം കൂടുതൽ വൈറ്റമിൻ സി ചെല്ലുന്നതും ഒരു ദിവസം ചെല്ലുന്നതും അത്ര നല്ലതല്ല. അപ്പോൾ കൂടുതലായിട്ട് പോവുകയുള്ളൂ. അപ്പോൾ ദിവസവും ഈ നെല്ലിക്ക കഴിക്കുന്നത് രസായനമാണ്. ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഒക്കെ നെല്ലിക്ക കഴിക്കാവുന്നതാണ്. ഇഞ്ചിനീര് ചേർത്ത് കഴിക്കുന്നതാണോ അതോ മഞ്ഞൾ ചേർത്ത് കഴിക്കുന്നതാണോ കൂടുതൽ നല്ലത്?
നെല്ലിക്ക? ഇതിപ്പോൾ ഈ പ്രമേഹ രോഗികൾ, ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ, പ്രത്യേകിച്ച് കേരളത്തിലാണ് തൃശ്ശൂരൊക്കെ വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ മുന്നത്തെ അധ്യായത്തിൽ പറഞ്ഞു മഞ്ഞൾ കഴിക്കുക എന്നുള്ളത്. മഞ്ഞൾ നീര്, ഈ നെല്ലിക്ക നീര്, ചിറ്റമൃത് നീര്, ഇതൊക്കെ സമളവിലെടുത്തിട്ട് നമ്മൾ രോഗത്തിനനുസരിച്ചിട്ട് നമുക്ക് പ്രമേഹ രോഗത്തെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. പ്രമേഹം കൂടാതെ മറ്റ് ഏതൊക്കെ രോഗങ്ങൾക്ക് പ്രതിരോധശേഷി ഉണ്ടാക്കുന്നതാണ് നെല്ലിക്ക? നെല്ലിക്ക ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പല രോഗങ്ങളും നമ്മുടെ ശരീരത്തിനെ ആക്രമിക്കപ്പെടാണ്ടിരിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത്. അത് മൃഗങ്ങളിലായാലും മനുഷ്യരിലായാലും ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക്സ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൻറ്റിബയോട്ടിക്സൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ നെല്ലിക്ക ദിവസം നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ രോഗാണുക്കൾ വേഗത്തിൽ ബാധിക്കുകയില്ല. അപ്പോൾ പല രോഗങ്ങൾക്കും നെല്ലിക്ക ദിവസവും കഴിക്കുന്ന ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കുന്നു. പിന്നെ അതിന് തന്നെ പ്രത്യേക രസായന ഘടകങ്ങൾ ഈ നെല്ലിക്കയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നെല്ലിക്ക നമുക്ക് ഈ ദിവസവും വെറുതെ കഴിച്ചാൽ മതി. പിന്നെ ഈ മലബന്ധം, അതുപോലെ തന്നെ ഈ ശോധനക്കുറവ്, മലബന്ധം എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ നമുക്ക് ദിവസം, അതേമാതിരി കണ്ണിൻ്റെ അസുഖങ്ങൾക്ക് നെല്ലിക്ക കൂടുതൽ കഴിക്കുന്നതല്ല. ഇപ്പോൾ കടുക്ക, നെല്ലിക്ക, താന്നിക്ക, ഇത് വെള്ളത്തിൽ കലക്കി രാത്രി. ഇപ്പോൾ മലബന്ധം ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസായത് കാരണം നമ്മൾ ദേഹം അല്ലെങ്കിൽ പണിയെടുക്കുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഈ മലബന്ധം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിവസവും ഈ കടുക്ക, നെല്ലിക്ക, താന്നിക്ക ഇത് ചേർന്ന് അതിന് പറയാം ത്രിബല എന്ന് പറയാം. അപ്പോൾ അതിൽ 3 സമമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൊടി ദിവസവും കഴിക്കുന്നത്, രാത്രി ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് ഒരു രസായനമാണ്. പിന്നെ അതുപോലെ തന്നെ രസായനമല്ല, മലബന്ധത്തിന് ഒഴിവാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഈ കടുക്കും നെല്ലിക്കും താന്നിക്കും കൂടിയിട്ട് ദിവസവും കഴിക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ത്രിബലയുടെ പ്രയോഗം വളരെ കൂടും. ത്രിബലയിൽ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് നെല്ലിക്കയാണ്. അപ്പോൾ അങ്ങനെ വിവിധ തരത്തിൽ നമുക്ക് നെല്ലിക്ക ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ തലമുടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ നെല്ലിക്ക ഉപയോഗിക്കാം. ഇങ്ങനെ കുറേ തരത്തിൽ നമുക്ക് നെല്ലിക്ക ഉപയോഗിക്കാൻ കിട്ടും. ഉഷ്ണകാലത്ത് എല്ലാവരും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ചൂടുകുരു. ചൂടുകുരുവിന് എത്രമാത്രം നെല്ലിക്ക ഉപയോഗപ്പെടുത്താൻ കഴിയും? പല ഇതിലും പറയുന്നുണ്ട് അങ്ങനെ. ചൂടുകുരുവിന് ഇപ്പം നെല്ലിക്ക നമുക്ക് ഇങ്ങനെ മോരിലരച്ച് പറ്റാം, ദേഹത്ത് വെറുതെ ഈ നമ്മൾ പാലിലരച്ച് പരട്ടുന്നതൊക്കെ നല്ലതാണ്. അതുകൊണ്ട് നെല്ലിക്ക ഈ വെറുതെ വെള്ളത്തിൽ അരച്ച് പറ്റിയാലും, പിന്നെ നെല്ലിക്ക വെള്ളത്തിൽ കുളിക്കുന്നതും കുരു മാറുന്നതിന് വളരെ ഫലപ്രദമാണ്. ശരീരപുഷ്ടിക്ക് നെല്ലിക്ക എങ്ങനെ ഉപയോഗപ്പെടുത്താം? ഇപ്പോൾ നെല്ലിക്ക നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പല രസായനങ്ങളിൽ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഈ നമ്മൾ ഇങ്ങനെ രസായനം കഴിക്കുന്നതിന് പല മെത്തേഡുകളുണ്ട്. അപ്പോൾ ഈ കാറ്റും വെയിലായിട്ട് കഴിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു രസായനമാണ് ബ്രാഹ്മരസായനം. നെല്ലിക്ക ഏറ്റവും കൂടുതലുള്ള ഒരു രസായനമാണ് നെല്ലിക്ക. അപ്പോൾ അത് ദിവസവും കഴിക്കുന്നത് ശരീരം പുഷ്ടിപ്പെടുത്തുന്നതിന് നല്ലതാണ്. അതുപോലെ തന്നെ ചവനപ്രാശം ഉപയോഗിക്കാം നെല്ലിക്ക ചേർത്തത്. പിന്നെ അരിഷ്ട രൂപത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നെല്ലിക്ക. ഇന്ന് ചെറിയ കുട്ടികളടക്കം പെട്ടെന്ന് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അകാല നര. അത് എങ്ങനെ നമുക്ക് നെല്ലിക്ക കൊണ്ട് അതിജീവിക്കാം? അതോടൊപ്പം തന്നെ മുടി നരയ്ക്കാതിരിക്കാനും ചെമ്പിക്കുമ്പോൾ അത് മാറാനും എന്തെങ്കിലും പ്രതിവിധി നിർദ്ദേശിക്കാൻ കഴിയുമോ? ഇന്നിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് മാറുകയാണ് ഈ അകാല നര. ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ, ചെറിയ കുട്ടികൾക്ക് പോലും നര കൂടി വരികയാണ്. ഒന്ന് പ്രധാനം അവരുടെ ഈ ആഹാരത്തിലുള്ള വ്യത്യാസങ്ങളാണ്. പല കുട്ടികൾക്കിപ്പോൾ ചിക്കൻ പോലുള്ള സാധനങ്ങളാണ് കൂടുതൽ താല്പര്യം. പച്ചക്കറികളോ ഇലക്കറികളോ ഉപയോഗിക്കുന്നില്ല. അതേമാതിരി ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അകാല നരയ്ക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കാവുന്നത് നെല്ലിക്ക ഉപയോഗിച്ച് വളരെയധികം ഇതുണ്ട്. ഇപ്പോൾ പച്ച നെല്ലിക്ക അരച്ചിട്ട് നമ്മൾ തൈരിൽ അരയ്ക്കുക, എന്നിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ ഒരു 2 മാസം തുടർച്ചയായി ചെയ്യുക. അപ്പോൾ കുറച്ച് നേരം കുളിക്കുന്നതിന് മുൻപായിട്ട് പച്ച നെല്ലിക്ക തൈരിൽ നല്ലതുപോലെ അരച്ച് തലയിൽ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ അത് നന്നായി തോന്നുക. അതിൻ്റെ ഒപ്പം തന്നെ ഈ 100 ഗ്രാം നെല്ലിക്ക എടുത്ത് കുരു കളഞ്ഞെടുക്കുക. കുരു കളഞ്ഞ് നിഴലിൽ ഉണക്കുക. അതായത് 100 ഗ്രാം നെല്ലിക്ക കുരു കളഞ്ഞിട്ട് നിഴലിൽ ഉണക്കുക. അത് 200 ml വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഇരുമ്പ് ചട്ടിയിൽ ഇട്ട് ചൂടാക്കി ഇത് കരിയുന്നത് വരെ ഇത് ചൂടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കരിഞ്ഞ് ഈ വെളിച്ചെണ്ണ കറുത്ത കളറാവും. അപ്പോൾ ഈ പച്ച നെല്ലിക്ക തൈരിൽ തേച്ച് തല ഒട്ടി ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ കറുത്ത ഈ വെളിച്ചെണ്ണ തലയിൽ തേച്ച് കുളിക്കുക. ഇങ്ങനെ ഒരു 2 മാസമൊക്കെ ചെയ്യുമ്പോൾ ചെമ്പിച്ച മുടി കറക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.
തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ നാട്ടിൻ പുറത്ത് കഞ്ഞുണ്ണി പോലെ അതുപോലെ മൈലാഞ്ചി പോലെയൊക്കെ നമ്മൾ എണ്ണ കാച്ചുന്നുണ്ട്. അത് ഈ നെല്ലിക്ക അതിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ മറ്റെന്തൊക്കെ ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളൊക്കെ ഇതിൽ ചേർക്കണം എണ്ണയോടൊപ്പം? മുടി ഇതേമാതിരി മുടി കറക്കാൻ ആയിട്ട് നമ്മളിതുപോലെ തന്നെ പച്ചനെല്ലിക്ക പഴങ്കഞ്ഞി വെള്ളത്തിൽ, ഈ പച്ചനെല്ലിക്കൊക്കെ പഴങ്കഞ്ഞി വെള്ളത്തിൽ അരച്ചിട്ട് തലയിൽ തേക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഉഴിഞ്ഞ നെല്ലിക്ക, കറ്റാർവാഴ, നീലമരി ഇതെല്ലാം ചേർത്തിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും നീര് സമളവിൽ എടുത്തിട്ട് വെളിച്ചെണ്ണ കാച്ചി തേക്കുക. അതായത് ആദ്യം പച്ചനെല്ലിക്ക പഴങ്കഞ്ഞി വെള്ളത്തിൽ അരച്ച് തലയിൽ തേക്കുക. അത് ഉണങ്ങിയതിന് ശേഷം ഈ വെളിച്ചെണ്ണ, അതായത് നീലമരി, കറ്റാർവാഴ, ഉഴിഞ്ഞ നെല്ലിക്ക ഇതിൻ്റെയൊക്കെ നീര് സമളവിലെടുത്ത് വെളിച്ചെണ്ണ കാച്ചി തേക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ പേരൊക്കെ തലമുടി, പിന്നെ ജന്മന ഉള്ളതൊന്നും ചിലപ്പോൾ നമുക്ക് മാറ്റാൻ കഴിയില്ല. പിന്നെ അവരുടെ ജീവിത രീതിയിലുള്ള വ്യത്യാസങ്ങൾ, സാധാരണ ലെവലിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തലമുടി കറക്കുന്നതായിട്ട് കണ്ടുണ്ട്. അപ്പോൾ ഈ ചെമ്പിച്ച തലമുടിയും അകാല നരയും ഇപ്പോൾ കൂടി വരുന്നു. അപ്പോൾ നെല്ലിക്ക വേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ മാറ്റാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നെല്ലിക്ക വെള്ളത്തിൽ കുളിക്കുകയും ചെയ്താൽ കൂടുതൽ ഗുണം കിട്ടുന്നതാണ്. മുടി കൊഴിച്ചിലിന് നെല്ലിക്ക എത്രമാത്രം ഉപയോഗപ്രദമാണ്? ഇപ്പോൾ ഈ കാൽസ്യം കൂടുതലുള്ള ഒരു ഇതാണ് നെല്ലിക്ക. അപ്പോൾ മുടിയുടെ വളർച്ചയ്ക്ക് കാൽസ്യം ആവശ്യമാണ്. അപ്പോൾ ഈ കാൽസ്യമുള്ള ആഹാരങ്ങളിൽ ഏറ്റവും നല്ല, അപ്പോൾ ഈ തലമുടി വളരാൻ ഈ നെല്ലിക്ക ദിവസം കഴിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ ബ്രഹ്മരസായനം, ചവനപ്രാശം, പിന്നെ ഈ നെല്ലിക്ക കൊണ്ടുള്ള ഞാൻ മുൻപ് പറഞ്ഞ ഈ പ്രയോഗങ്ങളൊക്കെ വളരെ ഗുണം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അധികമായാൽ അമൃതും വിഷം എന്നൊരു ചൊല്ല് തന്നെയുണ്ട് നമ്മൾക്ക്. അപ്പോൾ ഈ പഴമൊഴിയെ അന്വർത്ഥമാക്കിയിട്ട് പലരും വിശ്വസിച്ചിരിക്കുന്നത് നെല്ലിക്ക ദിവസവും കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മാസം 2 മാസമൊക്കെ അടുപ്പിച്ച് നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ കരൾ രോഗമുണ്ടാകും, അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ലുണ്ടാകും, അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ തെറ്റിദ്ധാരണകളുണ്ട്. കരൾ രോഗം ഉണ്ടാകും. ഇതൊക്കെ ശരിയാണോ? ഇപ്പം ഞാനാണിപ്പോൾ ഈ നെല്ലിക്കയുടെ ജ്യൂസുകൾ ഞങ്ങൾ കുറേ ജ്യൂസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ നെല്ലി ഇപ്പോൾ കേരളത്തിൽ കുറേ ഞങ്ങൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ നെല്ലിക്ക കൂടുതലുണ്ടായ ആൾക്കാർ എന്ത് ചെയ്യും? നമുക്കത് ചിലവുണ്ടാവും. അതായത് വ്യാവസായിക അടിസ്ഥാനത്തിലായാലും നമുക്കത് എന്തെങ്കിലും ഗുണം ചെയ്യുമോ? പക്ഷെ അതിൻ്റെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ നെല്ലിക്ക കൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് 7 തരം ജ്യൂസുകൾ ഞാൻ തന്നെ നമ്മുടെ ക്യാൻറ്റീനിൽ വെച്ച് ഒന്ന് ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ ഈ 7 തരം ജ്യൂസുകൾ നമുക്ക് പലതരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 5 കൊല്ലത്തോളം ആയിട്ട് നെല്ലിക്ക ജ്യൂസ് കഴിക്കുന്നതാണ്. അപ്പോൾ വൈകിട്ടാകുമ്പോൾ ഞാൻ ചായ കുടിക്കാറില്ല. അപ്പോൾ ഈ ജ്യൂസാണ് കുടിക്കാൻ. ഞാൻ ഇടയ്ക്ക് ഇതേമാതിരി ഇപ്പോൾ ഇങ്ങനൊരു സംശയം ഉണ്ടെന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ യൂറിനിൽ ഈ സ്റ്റോണിൻ്റെ കാൽസ്യം ഉണ്ടോ കൂടുതലുണ്ടോ, ഓക്സലേറ്റ് കൂടുതലുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. അതുപോലെ തന്നെ ലിവർ ഫങ്ഷനും ഞാൻ സ്ഥിരമായിട്ട് ചെക്ക് ചെയ്യും, ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ ചെയ്യുക. അപ്പോൾ ഇതൊന്നും എന്നെ ഇതുവരെയും ബാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് അത് വെറുതെ ഒരു വിശ്വാസമായിരിക്കും. അങ്ങനെ വിശ്വാസമല്ല, ഒരു വെറുതെ പറയുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഇതിലൊരു പ്രത്യേകത, കാൽസ്യവും വൈറ്റമിൻ സിയും കൂടുമ്പോൾ സാധാരണ നമ്മൾ കല്ലുണ്ടാവാൻ തന്നെ കാൽസ്യം ഓക്സലേറ്റാണ് ഉണ്ടാവാറ്. അപ്പോൾ ഈ ഇതിലത്തെ വൈറ്റമിൻ സിയും ഇതൊക്കെ കൂടുമ്പോൾ കാൽസ്യത്തിനായിരിക്കും. ഇപ്പോൾ വൈറ്റമിൻ സിയിൽ ഉള്ള ഒരു ഇതിൽ ഇപ്പോൾ ചെറുനാരങ്ങ നീരിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കബഡിയോ പല്ലിൻ്റെ ഒരു കഷ്ണമോ കുറച്ച് സമയം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ഈക്വലായിട്ടുള്ളൊരു ഇതിലുണ്ട്, നെല്ലിക്കയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാൽസ്യം സ്റ്റോണുകൾ ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. അതുപോലെ തന്നെ ലിവറിനും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ധൈര്യമായിട്ട് കഴിയും. പിന്നെ ഒരു ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു അധികം നമ്മൾ നെല്ലിക്ക കഴിക്കരുത്. ഒരളവിൽ ദിവസം 1-2 നെല്ലിക്ക അത്രയും നമ്മൾ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. കൂടുതൽ നമ്മൾ കഴിക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ നമ്മൾ ഈ കല്ലുണ്ടാവാൻ മറ്റൊരു കാരണം, നമ്മളാരും ഇപ്പോൾ വെയിൽ കൊള്ളൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാൽസ്യം നമ്മുടെ ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്യണമെങ്കിൽ അൾട്രാവയലറ്റ് രശ്മികൾ വേണം. അപ്പോൾ നമ്മൾ ഈ സൂര്യപ്രകാശം തട്ടാണ്ട് ഇങ്ങനെ കാൽസ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചാൽ വേണമെങ്കിൽ കല്ലുണ്ടാവാം. ഇപ്പോൾ നെല്ലിക്കനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് ഒരു പരിധി വരെ അതിനെ ഒഴിവാക്കും. എങ്കിലും നമ്മൾ കാൽസ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വെയിൽ കൊള്ളണം നല്ലതാണ്. ഈ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് വെയിൽ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം തട്ടുന്നത് നല്ലതാണ്. ഈ അൾട്രാവയലറ്റ് രശ്മികൾ തട്ടുന്നതുകൊണ്ട് ഈ വൈറ്റമിൻ ഡി ഉണ്ടാവും. വൈറ്റമിൻ ഡി കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ നെല്ലിക്കയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം വിചാരിക്കേണ്ട. പക്ഷേ
ബുക്കിലൊക്കെ എഴുതി കാണുന്നുണ്ട് ഇങ്ങനെ ഇത്. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് ഈ മൂത്രത്തിലെ കല്ലിനെക്കുറിച്ചും കുറേ കാലം റിസർച്ച് നടത്തിയുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു പ്രശ്നം പേടിക്കണ്ട. നിങ്ങൾ കുറച്ച് സമയം സൂര്യരശ്മി തട്ടിയാൽ മതി, അപ്പോൾ കല്ലുണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. ചെറിയ കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രമേഹ രോഗികളുമെല്ലാം അധികമായിട്ട് നെല്ലിക്ക ജ്യൂസൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് ദോഷകരമായി ബാധിക്കുമോ? ഇല്ല, നമ്മളൊരളവിൽ കൂടുതൽ കഴിക്കണ്ട. ഇപ്പോൾ ഒന്നോ രണ്ടോ നെല്ലിക്ക ഇട്ടിട്ട് നെല്ലിക്ക ജ്യൂസ് കഴിക്കാം ദിവസം. ഇപ്പോൾ പ്രമേഹ രോഗികൾക്ക് അതിൻ്റെ ജ്യൂസുകൾ പലതരം 7 തരം ജ്യൂസുകളുണ്ട്. അത് നമുക്ക് വിശദമായിട്ട് 7 തരത്തിൽ എളുപ്പം ഉണ്ടാക്കാവുന്ന കുറച്ച് ജ്യൂസുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം രോഗികൾ പ്രേക്ഷകർക്കായിട്ട്. ഔഷധിയുടെ നേതൃത്വത്തിൽ തന്നെ പഞ്ചകർമ്മ ആശുപത്രി ക്യാൻറ്റീനിൽ 7 തരം നെല്ലിക്ക ജ്യൂസ് തന്നെ ഡോക്ടറുടെ നേതൃത്വത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി ഡോക്ടർ തന്നെ പങ്കുവയ്ക്കും. പ്രത്യേകിച്ചും പ്രമേഹ രോഗികൾക്കടക്കം കഴിക്കാവുന്ന തരത്തിലാണ് അവിടെ ജ്യൂസ് വിഭാവനം ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ നെല്ലിക്ക നമ്മൾ വിവിധ തരത്തിൽ ഉപയോഗിക്കാം. എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എളുപ്പത്തിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം. കാരണം പല കുട്ടികൾക്കും ചിലപ്പോൾ നെല്ലിക്ക തന്നെ നേരിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. പോലെ വലിയവർക്കായാലും സ്ഥിരം നെല്ലിക്ക. അപ്പോൾ നമ്മൾ നെല്ലിക്ക ഏതൊക്കെ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിൽ എത്തും എന്ന് ഒരു സംശയം വന്നു. അപ്പോൾ ഏറ്റവും നല്ല ജലരൂപത്തിൽ ദ്രവരൂപത്തിൽ നമ്മൾ നെല്ലിക്ക കഴിക്കണം. അപ്പോൾ പലതരത്തിലുള്ള ജ്യൂസുകൾ നെല്ലിക്ക കൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിൽ പ്രധാനപ്പെട്ട ചില ജ്യൂസുകൾ, അതായത് ഈ നെല്ലിക്ക ജ്യൂസുകളൊക്കെ നമ്മുടെ ആരോഗ്യത്തിന്, ദാഹമകറ്റാൻ, രോഗപ്രതിരോധത്തിന്, പിന്നെ സൗന്ദര്യത്തിന് ഒക്കെയുള്ള ജ്യൂസുകളാണ്. അപ്പോൾ ആദ്യം തന്നെ ദാഹമകറ്റാനുള്ള ഒരു ജ്യൂസിനെ കുറിച്ച് പറയാം. അപ്പോൾ ഈ ദാഹം അകറ്റാനുള്ള ജ്യൂസിൻ്റെ പ്രധാന ചേരുവകൾ ഇതൊക്കെയാണ്. നെല്ലിക്ക 100 ഗ്രാം, വെള്ളരിക്ക 150 ഗ്രാം, ഇഞ്ചി 3 ഗ്രാം, പുതിനയില 1 ഗ്രാം, തണുത്ത വെള്ളം 200 ml. ഇതെല്ലാം കൂടി ഈ നെല്ലിക്ക കുരു കളഞ്ഞതിന് ശേഷം ഇതെല്ലാം ചേർത്ത് മിക്സിയിലിട്ട് ജ്യൂസ് എടുക്കുക. അത്രയും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതിൽ നമുക്ക് തേനോ പഞ്ചസാരയോ അല്ലെങ്കിൽ ഉപ്പോ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കഴിക്കാം. ഇത് ശരീരത്തിന് തണുപ്പുണ്ടാവാനും ദാഹമകറ്റാനും ഏറ്റവും നല്ല ഒരു ജ്യൂസാണ്. അപ്പോൾ ഇതിൻ്റെ ചേരുവകൾ ഒരിക്കൽ കൂടി പറയാം. നെല്ലിക്ക 100 ഗ്രാം, വെള്ളരിക്ക 150 ഗ്രാം, ഇഞ്ചി 3 ഗ്രാം, പുതിനയില 1 ഗ്രാം, തണുത്ത വെള്ളം 200 മില്ലി. ഇതാണ് ഇതിൻ്റെ ചേരുവകൾ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നെല്ലിക്കയും വെള്ളരിക്കയും ഇഞ്ചിയും പുതിനയിലയും കൂടിയിട്ട് ജ്യൂസറിലിട്ട് ജ്യൂസ് എടുക്കുക. അതിനുശേഷം 200 ml വെള്ളം അതിൽ ചേർക്കുക. പിന്നെ മധുരം വേണ്ടവർക്ക് തേനോ പഞ്ചസാരയോ ചേർക്കാം. ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ് ചേർത്തും ഇത് കഴിക്കാം. ഇനി അടുത്തത് ശരീര സൗന്ദര്യത്തിന് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു നെല്ലിക്ക ജ്യൂസാണ്. ഇതിൻ്റെ ചേരുവകൾ നെല്ലിക്ക 100 ഗ്രാം, ക്യാരറ്റ് 150 ഗ്രാം, പുതിനയില 1 ഗ്രാം, വെള്ളം 200 ml. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയോ തേനോ ചേർക്കാം. അപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നെല്ലിക്ക കുരുകളഞ്ഞതും ക്യാരറ്റും പുതിനയിലും കൂടി ജ്യൂസറിലിട്ട് ജ്യൂസ് എടുക്കുക. അതിൽ തണുത്ത 200 ml വെള്ളം ചേർക്കുക. ആവശ്യത്തിന് പഞ്ചസാരയോ തേനോ ചേർത്ത് കഴിക്കുക. ഇത് ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും ഹൃദ്രോഗം പോലെയുള്ള ഇത് വരാതിരിക്കാനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും, പിന്നെ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് സ്കൂളിൽ പോയി വന്നാൽ കാലിന് കഴപ്പ് ഇതൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു ജ്യൂസാണ് ഈ ക്യാരറ്റും നെല്ലിക്കും കൂടുതലായി ചേർത്തിട്ടുള്ള ജ്യൂസ്. ഇത് ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ശരീരത്തിന് നിറം ഉണ്ടാകുന്നതിനും വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി ശരീരത്തിന് ഊർജ്ജം നൽകുന്നതിന്, എനർജി കൂട്ടുന്നതിനായിട്ടുള്ള നെല്ലിക്ക ജ്യൂസ്. ചേരുവകൾ നെല്ലിക്ക 100 ഗ്രാം, പുതിനയില 1 ഗ്രാം, ചുവന്നുള്ളി 1 അല്ലി, തേൻ ആവശ്യത്തിന്, വെള്ളം 200 ml. മുൻപ് പറഞ്ഞതുപോലെ തന്നെ നെല്ലിക്ക കുരുകളഞ്ഞതും പുതിനയിലയും ചുവന്നുള്ളിയും ചേർത്ത് ജ്യൂസറിലിട്ട് ജ്യൂസ് എടുക്കുക. അതിൽ ആവശ്യത്തിന് തേൻ ചേർത്ത് ഉപയോഗിക്കാം. ഇത് ശരീരത്തിന് ഊർജ്ജം നൽകുന്നതിനുള്ള നല്ലൊരു നെല്ലിക്ക ജ്യൂസാണ്. ഇനി അടുത്തത് രക്തസമ്മർദ്ദമുള്ളവർക്കും മലബന്ധമുള്ളവർക്കും കഴിക്കാവുന്ന നെല്ലിക്ക ജ്യൂസ്. ഇതിൻ്റെ ചേരുവകൾ നെല്ലിക്ക 100 ഗ്രാം, വറുത്ത് പൊടിച്ച ഇന്ദുപ്പ് 2 ഗ്രാം, പുതിനയില 1 ഗ്രാം, വെള്ളം 200 ml, കറിവേപ്പില 5 ഇലകൾ. മുൻപ് പറഞ്ഞ പോലെ തന്നെ നെല്ലിക്ക കുരുകളഞ്ഞെടുത്ത് പുതിനയില, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് ജ്യൂസറിലിട്ട് ജ്യൂസ് എടുക്കുക.
അതിൽ ആവശ്യത്തിന് വെള്ളവും ഇന്ദുപ്പും ചേർത്ത് ദിവസവും കുടിക്കാവുന്നതാണ്. ഇത് മലബന്ധം ഇല്ലാതാക്കുന്നതിനും രക്തസമ്മർദ്ദം ഇല്ലാതാക്കുന്നതിനും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ജ്യൂസാണ്. ഇനി പ്രമേഹ രോഗികൾക്ക്, ഇന്ന് പ്രമേഹം നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, പ്രമേഹം നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ്. ഈ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഒരു നെല്ലിക്ക ജ്യൂസ്. നെല്ലിക്ക 100 ഗ്രാം, വറുത്ത് പൊടിച്ച ഇന്ദുപ്പ് 1 ഗ്രാം, പുതിനയില 1 ഗ്രാം, കുരുമുളക് പൊടി 500 മില്ലിഗ്രാം, മഞ്ഞൾപ്പൊടി 2 ഗ്രാം. അപ്പം നെല്ലിക്കയും മഞ്ഞൾപ്പൊടിയും പുതിനയിലയും കുരുമുളക് പൊടിയും ജ്യൂസറിലിട്ട് ജ്യൂസ് എടുക്കുക. അതിനുശേഷം വെള്ളം ചേർത്ത് ഇത് കുടിക്കാവുന്നതാണ്. അതായത് മഞ്ഞൾപ്പൊടി 2 ഗ്രാം, നെല്ലിക്ക 100 ഗ്രാം, പുതിനയില 1 ഗ്രാം, കുരുമുളക് പൊടി 500 മില്ലിഗ്രാം, ഇതെല്ലാം ചേർത്ത് ജ്യൂസറിലിട്ട് ജ്യൂസ് എടുക്കുക. അതിൽ ഇന്ദുപ്പും വെള്ളവും ചേർത്ത് ജ്യൂസാക്കിയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇങ്ങനെ വിവിധ തരത്തിൽ നമുക്ക് ജ്യൂസുകൾ ഉണ്ടാക്കി കുടിക്കുക. ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്ന കുറച്ച് ജ്യൂസുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കൂടാതെ നെല്ലിക്ക കൊണ്ട് നമുക്ക് സംഭാരം ഉണ്ടാക്കി കുടിക്കാം. ഇപ്പോൾ മോര് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നെല്ലിക്ക ഉപയോഗിച്ചിട്ട് സംഭാരം ഉണ്ടാക്കി കുടിക്കാം. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് നെല്ലിക്ക കൊണ്ട് ജ്യൂസുകൾ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. ഇത്രയും ഗുണങ്ങളുള്ള ഒന്നാണ് നെല്ലിക്ക. അത് ഡോക്ടർ പറഞ്ഞപ്പോൾ കൂടുതലായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. ഈ നെല്ലിക്കയുടെ വ്യാവസായിക പ്രാധാന്യം എത്രമാത്രമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ? ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്രയധികം വ്യാവസായിക പ്രാധാന്യം നെല്ലിക്കയ്ക്ക് ഉണ്ട് എന്ന് പറയും. ഇന്ന് ലോകവ്യാപകമായിട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫലമാണ് നെല്ലിക്ക. ഇന്ന് ഏകദേശം 100-ലധികം ഔഷധക്കൂട്ടുകളിൽ നെല്ലിക്ക ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് രസായന ആവശ്യങ്ങൾക്ക് ബ്രഹ്മരസായനം, ചവനപ്രാശം അങ്ങനെ തുടങ്ങിയുള്ള, പിന്നെ ഈ തൈലങ്ങൾ, നെല്ലിക്ക ചേർത്തുള്ള മറ്റ് കൃതങ്ങൾ, ചൂർണങ്ങൾ, ഇങ്ങനെ ഈ ഔഷധമായിട്ട് തന്നെ വളരെയധികം വ്യാവസായിക പ്രാധാന്യം. ഇപ്പോൾ വലിയ കമ്പനികൾ, ഇപ്പോൾ വൈദ്യരത്ന ഔഷധി, കോട്ടക്കൽ, ഹിമാലയ, ഡാബർ, ഇതൊക്കെ നെല്ലിക്ക കൊണ്ടുള്ള പല ഈ ഔഷധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ തന്നെ വിപണി നോക്കുമ്പോൾ നെല്ലിക്ക എത്രത്തോളം ആവശ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൂടാണ്ട് നെല്ലിക്ക കൊണ്ടുള്ള മിഠായികൾ, നെല്ലിക്ക കൊണ്ട് ലഡു, നെല്ലിക്ക കൊണ്ട് പായസം, ഇങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ നെല്ലിക്ക കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരോഗ്യത്തിനും ദീർഘായുസ്സിനും രോഗപ്രതിരോധത്തിനും തലമുടിയുടെ സംരക്ഷണത്തിനുമെല്ലാം നെല്ലിക്കയുടെ ഗുണങ്ങൾ എത്രമാത്രമുണ്ട്. അതോടൊപ്പം തന്നെ നെല്ലിക്കയുടെ കൃഷിരീതികളെപ്പറ്റിയും വ്യാവസായിക പ്രാധാന്യത്തെപ്പറ്റിയും അത് നടുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും ദിവസേന നെല്ലിക്ക കഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട്, അതിൻ്റെ ആവശ്യകതയെപ്പറ്റിയുമെല്ലാമാണ് ഔഷധി പഞ്ചകർമ്മ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ KS രജിതൻ ഇന്നത്തെ കർഷക മനസ്സിലൂടെ നമ്മൾക്ക് മുന്നിൽ പങ്കുവച്ചത്. ഇത്രയും നേരം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും അറിവുകൾ പങ്കുവച്ചതിന് ഡോക്ടർക്ക് ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഔഷധ സസ്യങ്ങൾക്കും മറ്റ് ഫലാദികൾക്കുമെല്ലാം ഒട്ടേറെ ഔഷധ ഗുണങ്ങളുണ്ട്. പക്ഷേ ആരും അത് തിരിച്ചറിയുന്നില്ല. അത് ഉപയോഗിച്ചാൽ എത്രമാത്രം രോഗങ്ങൾ അകറ്റി നിർത്താനും അതുപോലെ തന്നെ സൗന്ദര്യ ആരോഗ്യ സംരക്ഷണത്തിനുമെല്ലാം എത്രമാത്രം ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നുമാണ് ഡോക്ടർ നമ്മളോട് വിശദമായി പങ്കുവച്ചത്. എല്ലാവരും ഔഷധ സസ്യങ്ങളുടെയും ഫലങ്ങളുടെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞാൽ രോഗങ്ങളെ അകറ്റാനും ദീർഘായുസ്സിനും അത് സാധിക്കും. ഇതോടെ കർഷക മനസ്സിൻ്റെ ഒരു അധ്യായത്തിന് തിരശ്ശീല വീഴുകയാണ്. അടുത്ത അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.